നമസ്കാരം. ഒരു കാലത്ത് പഞ്ചാബിന്റെ അധിപന്മാരായിരുന്നു അകാലിദൾ. പക്ഷെ ഇക്കുറി അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. 24 വർഷം നീണ്ടുനിന്ന BJP ബന്ധം ഉപേക്ഷിച്ച് ഇത്തവണ ഒറ്റയ്ക്കാണ് പഞ്ചാബിൽ ശിരോമണി അകാലിദൾ മത്സരത്തിനിറങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയ കർഷകരുടെ പിന്തുണ തിരിച്ചു പിടിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശിരോമണി അകാലിദൾ എന്ന് എടുത്തു പറയേണ്ടി വരും. മറ്റ് പാർട്ടികളൊന്നും പയറ്റാത്ത ഒരു തന്ത്രം കൂടി അകാലിദൾ ഇവിടെ പയറ്റുന്നുമുണ്ട്. മേഖലകളിൽ വ്യാപകമായി ജനസഭകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അകാലിദൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭക്ഷണമടക്കം വിതരണം ചെയ്തുകൊണ്ടാണ് അവർ വോട്ട് തേടുന്നത് പോലും. പഞ്ചാബിന്റെ യഥാർത്ഥ പാർട്ടി തങ്ങളാണെന്ന് പറഞ്ഞാണ് അകാലിദൾ സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോലും നടക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് അകാലിദളിന്റെ സ്ഥാപക നേതാവും ദീർഘകാലം മുഖ്യമന്ത്രിയുമായിരുന്ന പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചത്. മകൻ സുഖ്വീന്ദർ സിംഗ് ബാദലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലം എന്തു തന്നെയായാലും അത് ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും. 2014 ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് വന്നതിന് ശേഷമാണ് ശിരോമണി അകാലിദളിന്റെ പതനം ആരംഭിച്ചതെന്ന് പറയേണ്ടി വരും. അകാലിദൾ ഭരണത്തിൽ സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടവും അതിനോടൊപ്പം കുറ്റകൃത്യങ്ങളും മയക്കുമരുന്നിന്റെ വിപണനവും ഒക്കെ ആയുധമാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബ് പിടിച്ചത്. പിന്നീട് 2022 സംസ്ഥാന ഭരണവും അവർ പോക്കറ്റിലാക്കി. 2020 ഒന്നാം കർഷക സമരത്തിൽ NDA ബന്ധത്തിനെതിരെ വിമർശനം ശക്തമായതോടുകൂടിയാണ് 1996 മുതലുള്ള സഖ്യം അകാലിദളിന് ഉപേക്ഷിക്കേണ്ടി വന്നത്. അതേസമയം അകാലിദൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് പ്രതിപക്ഷ വോട്ടുകൾ ചോർത്തും എന്നുള്ള ഭയം മറ്റ് പാർട്ടികൾക്കുണ്ട് താനും. കർഷക സമരം തുടരുന്നു എന്നതടക്കം നിരവധി വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അകാലിദൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചുരുക്കത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.